എല്ലാവർക്കും നമസ്കാരം. ജി ലൈവ് മീഡിയയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ വടക്കാഞ്ചേരി എങ്കക്കാട്ടുകാരനാണ്. ഭരതേട്ടൻ്റെയും നമ്മുടെ പി എൻ മേനോൻ്റെയൊക്കെ നാട്ടുകാരനാണ്. മലയാള സിനിമയിൽ തൻ്റെതായ ഒരു വ്യക്തിത്വം പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കേറെ പ്രിയങ്കരനായ റഷീദ് പാറക്കലാണ് നമുക്ക് നമ്മോടൊപ്പം ഉള്ളത്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. സമീർ, മനോരാജ്യം, കുട്ടന്റെ ഷിനിഗാമി പോലുള്ള നല്ല ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ ഒരു സിനിമകളുടെ സ്വപ്നവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധായകനാണ്, എഴുത്തുകാരനാണ്, ഗാനരചയിതാവാണ്, നടനാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ തൻ്റെതായ വ്യക്തിത്വം പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ജി ലൈവിലേക്ക് സ്വാഗതം ചെയ്യാം. റഷീഖ, നമസ്കാരം. നമസ്കാരം. ജി ലൈവിലേക്ക് സ്വാഗതം. സന്തോഷം. ഒരുപാട് സിനിമകളൊക്കെ ചെയ്ത് ഇങ്ങനെ നല്ലൊരു പവറിൽ നിൽക്കുകയാണ് ഇപ്പോൾ. കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, കുറെ നല്ല സിനിമകൾ ചെയ്യുന്നു. പിന്നെ ഇനി അയ്യപ്പ ഭക്തിഗാനം, പിന്നെ നല്ല ആൽബംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലേക്കുള്ള ഈ കടന്നു വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ള വരവുകളൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാൾ എന്ന നിലയ്ക്ക് എൻ്റെ വാപ്പ കല്ല് മുറിക്കുന്ന, പാറ പൊട്ടിക്കാൻ പോകുന്ന അബ്ദുറഹ്മാൻ എന്നാണ് പേര്, കൽപ്പണിക്ക് പോകുന്ന ഒരാളാണ്. ഉമ്മാക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഒന്നുമില്ല. ഉമ്മ ആകെ സ്വന്തം പേര് എഴുതാൻ പഠിച്ചത് പേരക്കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ്, ആമിന എന്നുള്ളത്. അത് എഴുതിയിട്ട് എഴുതിയിട്ടാണ് വള്ളിയിടുക. അല്ല, എഴുതിയിട്ടാണ് വള്ളിയിടുക. ആമിനയുടെ വള്ളി എവിടെ ഉണ്ടെന്ന് ഉമ്മാക്ക് ഇപ്പോഴും അറിയില്ല. പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അപ്പോ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ള ആൾക്കാർക്കൊക്കെ നമുക്കൊരു ഉദ്ദേശ ലക്ഷ്യമൊക്കെ ഉണ്ടാവും, അങ്ങനെ ആവണമെന്ന്. അതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഡോക്ടർ, വക്കീൽ, എഞ്ചിനീയർ ആവണം എന്നൊക്കെ സ്കൂളിൽ കുട്ടികൾ പറയുമ്പോൾ ഞാൻ എന്താവണം എന്ന് ആലോചിച്ചിട്ട് കുറെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 വർഷത്തോളം ഇത്തരം കാര്യങ്ങളിൽ ബാക്കിലായി പോയൊരു മനുഷ്യനാണ് ഞാൻ. കാരണം ഇപ്പോൾ ആഗ്രഹിക്കുന്നു, അന്ന് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ വല്ല അസിസ്റ്റന്റോ സിനിമയുടെ എന്തെങ്കിലും മേഖലയിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവുക, അതൊക്കെയാണല്ലോ പ്രധാനം. അങ്ങനെയൊക്കെ കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോകാമായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും എൻ്റെ കണക്കിൽ ഒരു 20 വർഷം വേസ്റ്റ് ആയി പോയ മനുഷ്യനാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ പോയ ഒരാളാണ്. അതിനുശേഷം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം ഇങ്ങനെ ചിന്തകള്, കഥകളും കവിതകളൊക്കെ എഴുതുന്ന കൂട്ടത്തില് ചെറിയൊരു 1500 രൂപ ചെലവില് ഒരു ഷോർട്ട് ഫിലിം ചെയ്തതാണ് കാരണം. അത് വെക്കേഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അത് എൻ്റെ മകനടക്കം 4 കുട്ടികളെ വെച്ചുകൊണ്ട് ചെയ്തതാണ്. നമ്മുടെ ഷംസു വിസ്മയ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് അതിൻ്റെ പൈസ മുടക്കിയത്. അതിൽ 500 രൂപ കുട്ടികൾക്ക് പൊറാട്ട ഇറച്ചും മേടിച്ചു കൊടുക്കാനൊക്കെയാണ് ചിലവായത്. 1000 രൂപ കൊണ്ട് ഒരു പ്രദീപ് പുതുശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു പയ്യനെ കൊണ്ടാണ് ഷോർട്ട് ഫിലിം ചെയ്തത്. പക്ഷെ രസം അതല്ല, അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. വെരി ഗുഡ്. അത് നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. അത് മാത്രമല്ല, അത് ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് ഘട്ട അവാർഡ് വാങ്ങിച്ചു. അതുമാത്രമല്ല, അത് അന്നത്തെ കാലത്ത് 10-16 വർഷം മുന്നേ തോന്നുന്നു, അത് കേരളത്തിൽ തന്നെ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു മത്സരമുണ്ട്, പാലക്കാട് ഇൻസൈറ്റ്. അതായത് വിദേശ രാജ്യങ്ങളടക്കം ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ 1ാം സമ്മാനം 50,000 രൂപ അതിന് കിട്ടി. അതിന്റെ പ്രത്യേകത, അതിൽ ഡയലോഗ് ഇല്ലാത്തത് പൈസ ലാഭം കിട്ടാൻ വേണ്ടി മ്യൂസിക് മാത്രം ചെയ്താണ്. ആ കുഞ്ഞു ഷോർട്ട് ഫിലിം എനിക്ക് ഒരുപാട് പ്രചോദനം കിട്ടി. അതുമാത്രമല്ല, പറയാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സമ്മാനം കിട്ടി. അത് കൊള്ളാൻ തോന്നി. പൈസ കിട്ടുന്നതാണ് ഒരു അംഗീകാരം കിട്ടുന്നത്. തുടർന്ന് ഞാനങ്ങ് അതുപോലെ ശബ്ദമില്ലാത്ത 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു 10-15 ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. അത് ഓരോന്നും എൻ്റെ പഠനമായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, കുറവുകളും. എന്തോ അനുഗ്രഹം കൊണ്ട് ഈ ചെയ്തതിന് മുഴുവൻ അംഗീകാരം കിട്ടി. ഞാൻ തന്നെ പറയാൻ പാടില്ല, ഷോർട്ട് ഫിലിമുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വിളിച്ചിരുന്നു. കാരണം എന്താ ചോദിച്ചാല്, KSFE ലോൺ അടച്ചിരുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് കിട്ടുന്ന സമ്മാനം കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കുക എന്നുള്ളൊരു
ആഗ്രഹം വെച്ചുകൊണ്ടുള്ള വർക്കുകൾ. അതൊക്കെ സാങ്കേതികമായിട്ട് നിലവാരമുള്ളതൊന്നുമല്ല, ആശയപരമായിട്ടുള്ള ചില ചിന്തകളുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തിട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. അഷറഫ് കിരാലൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം അന്ന് എനിക്ക് പരിചയമുള്ള അല്ല, ഗൾഫിൽ നിന്നും എനിക്ക് ഫോൺ വിളിക്കുകയാണ്. റഷീദ്, നിങ്ങളുടെ ഷോർട്ട് ഫിലിമുകൾ ഞാൻ കാണാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നാട്ടിൽ വന്നാൽ എന്നെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ എന്ത് ചിലവ് വരും? ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, നാട്ടിലേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം,